ഈശോം സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വചനശ്രവണത്തിലേക്ക് സ്നേഹപൂർവ്വം ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ശാലോം ടിവിയുടെ മുൻപിൽ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയണം. എന്തൊരു നല്ല സാഹചര്യമാണ് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുക. എവിടെയാണെങ്കിലും നമ്മുടെ അടുക്കിലേക്ക് സ്നേഹവുമായി കടന്നു വരുന്ന കർത്താവിൻ്റെ ആ സാന്നിധ്യമല്ലേ ഈ ടി വിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം, പുറപ്പാടിൻ്റെ പുസ്തകം 2:23-24, പുറപ്പാട് 2:23-24 തിരുവചനങ്ങളാണ്. കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു. ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി ദൈവ തിരുസന്നിധിയിൽ എത്തുകയാണിവിടെ. ദൈവം ആ നിലവിളി കേട്ടു. വീണ്ടും നമ്മൾ 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, കർത്താവ് വീണ്ടും അരുൾ ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അവരെ നയിക്കുവാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുകയാണ് ഒരു ജനതയുടെ നിലവിളി ദൈവതിരുസന്നിധിയിൽ എത്തുകയും ആ നിലവിളിയുടെ ഭാഗമായി എന്ന് വേണം നമുക്ക് പറയാം, ദൈവം ഒരാളെ ഉയർത്തുകയാണ്. മോശയെ ഉയർത്തി. എങ്ങനെ ഉയർത്തി? ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ ഒരാൺകുഞ്ഞുണ്ടാകാതിരിക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ഈ നിലവിളി കേട്ടുകൊണ്ട് മോശയെ ദൈവം ജനിക്കാൻ അനുവദിക്കുന്നു, വളരാൻ അനുവദിക്കുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈ ജനത്തിൻ്റെ ഒരു നിലവിളിയുടെ ഒരു ഉത്തരമായിട്ടാണ് ഇവിടെ മോശയുടെ ജനനം നമ്മൾ കാണുക. നിലവിളി കേൾക്കുന്ന ദൈവം, നിലവിളിക്ക് ഉത്തരം നൽകുന്ന ദൈവം, നിലവിളിക്ക് ഉത്തരം കൊടുക്കുവാനായി അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുക. അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദാനിയേലിൻ്റെ പുസ്തകത്തിൽ. ഇവിടെ സൂസന്ന എന്ന് പറയുന്ന അതിസുന്ദരിയായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഭാര്യ അവൾക്ക് ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം അവൾ ചുമത്തി. അവളെ ശിക്ഷിക്കുവാനായിട്ട് ഒരുമ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ദാനിയേൽ 13 ഇങ്ങനെ നമ്മൾ കാണുന്നു. 35 അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. ഈ സൂസന്ന നമ്മൾ ഒത്തിരിയും കേട്ടുള്ളൊരു സംഭവമാണ്. അവളെ ചെയ്യാത്ത തെറ്റിന് പിടിച്ച കാര്യമാണ്, നമുക്കറിയാം. എങ്കിലും സൂസന്ന ചെയ്തൊരു കാര്യം ഇതാണ്, അവൾ സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി, കണ്ണുകൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയം വെച്ച് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അവസാനം അവളുടെ പ്രാർത്ഥനയ്ക്ക് ആ സമയത്തൊന്നും ഉത്തരം കിട്ടുന്നില്ല. 42-ാം തിരുവചനത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ കാണുന്നുണ്ട്, അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു. എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സൂസന്ന നിലവിളിച്ചു. സൂസന്നയുടെ നിലവിളി എവിടെയെത്തി? ദൈവ തിരുസന്നിധിയിലെത്തി. ആരെ ഉണർത്തി? കർത്താവ്. 45 വന്നേ, നമുക്ക് കാണാൻ പറ്റും. അവൾ കൊലക്കളയത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ദാനിയേൽ എന്ന് പേരുള്ള ഒരു ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. കണ്ടോ? നിലവിളി കേൾക്കുന്ന ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ കഠിനാധ്വാനങ്ങളും വേദനകളും
അവിടെ അടിമത്തത്തിൻ്റെ ആ എല്ലാ ദുഃഖദുരിതങ്ങളും കണ്ടുകൊണ്ട് അവർക്കൊരു ഉത്തരമായി ദൈവം ഒരു പ്രവാചകനെ, മോശയെ ഉയർത്തുകയാണ്, ഒരു നേതാവിനെ ഉയർത്തുകയാണ്. കണ്ടോ, നിലവിളി കേട്ട് അവർക്ക് ഉത്തരം വരണം ദൈവം. ഇവിടെ തെറ്റ് ചെയ്യാത്ത സൂസന്നെ രക്ഷിക്കുവാനായിട്ട് ദാനിയേൽ പ്രവാചകനെ ദൈവം അവനുള്ള ആത്മാവിനെ ഉണർത്തി സൂസന്നെ രക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. നമ്മൾ പറഞ്ഞു കേൾക്കിച്ചിട്ടുള്ളൊരു കാര്യമാണ്, വചനത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി, ഉദാശകൾക്ക് വേണ്ടി, ആത്മീയമായ ഉണർവിന് വേണ്ടി കരയുന്നവരുടെ നിലവിളിയുടെ ഉത്തരമാണ് ദൈവവിളികളെന്ന്. ഓരോ ദൈവവിളിയും മനുഷ്യമക്കളുടെ കരച്ചിലിൻ്റെ ഒരു ഉത്തരമാണെന്ന്, ദൈവത്തിൻ്റെ ഒരു മറുപടിയാണെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. മദർ തെരേസയുടെ ജീവിതം നമുക്കറിയാം. ഒരുപാട് ആർക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങളുടെ നിലവിളിയുടെ ഉത്തരമായിരുന്നു മദർ തെരേസയുടെ ജീവിതം. ഓരോരുത്തരുടെയും, ഓരോ ഇടവക വൈദികരുടെയും, ഇടവക ജനത്തിൻ്റെ ആ നിലവിളിയുടെ ഉത്തരമാണ്. ഓരോ സന്യാസ വൈദിക ജീവിതവുമെല്ലാം മനുഷ്യരുടെ നിലവിളിയുടെ ഉത്തരമാണ് എന്നതിന് യാതൊരു സംശയവും ഇല്ല. ഞാൻ ഓർക്കുകയാണ്, എങ്കിൽ ഈ കുടുംബജീവിതമാകുന്ന വിളി എന്നാത്തിൻ്റെ ഉത്തരമാ? ഇതിനെ നമുക്ക് പുറത്തുവിടാൻ പറ്റുമോ? സന്യസ്ത വൈദിക ജീവിതങ്ങൾ എന്താണ്? മറ്റുള്ളവരുടെ, മനുഷ്യരുടെ ആവശ്യങ്ങളുടെ നിലവിളിയുടെ ഉത്തരമാണെന്ന് നമ്മൾ കേൾക്കുന്നു. സത്യം തന്നെയാണ്. എത്രയോ മിഷൻ പ്രദേശങ്ങളിൽ എത്രയോ കഷ്ടതകൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ, ആരുമില്ലാത്ത ഇടങ്ങളിൽ പോയി ജീവിക്കുന്ന എത്രയോ സമർപ്പിതരെ നമ്മൾ കാണുന്നുണ്ട്. ഒറ്റ സൗകര്യങ്ങളുമില്ലാത്ത, ഈ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ പറയുകയാണ്, ഞാൻ താമസിക്കുന്ന വില്ലേജിൽ കറണ്ടില്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ, റോഡില്ല, ഒരു സൗകര്യങ്ങളുമില്ല. സുഖ സൗകര്യങ്ങളുടെ നടുവിൽ നിന്ന് അവർ വീട്ടിൽ നിന്നും പോയ ഒരാളാണ്. അവിടെ ചെന്നിട്ട് ഒന്നുമില്ല, അവിടെ ജീവിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്, ആ ജനത്തിന് വേണ്ടിയിട്ട്. ആരും അറിയപ്പെടാതെ എത്രയോ വ്യക്തികൾ ഇങ്ങനെ തങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ ആ സ്വരം കേട്ടുകൊണ്ട് മനുഷ്യമക്കളുടെ നിലവിളിയുടെ ഒരു ഉത്തരമായിട്ട് ജീവിതം സമർപ്പിച്ചവരെ നമ്മൾ കാണുന്നു. ശരി തന്നെ. അങ്ങനെ ഇതെല്ലാം ഞാൻ പ്രാർത്ഥിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വരികയാണ്. എന്താണ് ഈ കുടുംബജീവിതത്തിലേക്കുള്ള വിളി? ഈ കുടുംബജീവിതത്തിലേക്കുള്ള വിളി ആരുടെ നിലവിളിയാണ്? ആരുടെ നിലവിളിയുടെ ഉത്തരമാണ്? അതും വലിയൊരു നിലവിളിയുടെ ഉത്തരമാണ്, വലിയൊരു കരച്ചിലിൻ്റെ ഉത്തരമാണ്. എന്താണ് കുടുംബജീവിതം? മനോഹരമായി വിളി ആ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന മക്കളുടെ നിലവിളിയുടെ ഉത്തരമാണ്. ഓരോ ദമ്പതികളുടെയും ജീവിതം, ഓരോ മാതാപിതാക്കളുടെയും വിളി അവരിലൂടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ഒരു മറുപടിയാണ്. ഒരു സംശയവും ഇല്ല. കുഞ്ഞുങ്ങളാരും മാതാപിതാക്കളെ അല്ലല്ലോ, നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ലല്ലോ. അവരെ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നും ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞുങ്ങളുടെ നിലവിളിയുടെ ഉത്തരമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യത്തിനൊക്കെ കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകണമെന്നും പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ അവരിലൂടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കിടെ നിലവിളിയുടെ ഉത്തരമാണ്. അവർക്ക് പാല് കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കുക, അവരെ സന്മാർഗത്തിൽ നയിക്കുക, ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് കൊടുത്ത് അവരെ ദൈവപരിപാലനയിൽ സംരക്ഷിക്കുവാനായിട്ടുള്ള മനോഹരമായൊരു വിളിയുടെ ഉത്തരമാണ് കുടുംബജീവിതം. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മൾ മറ്റു രീതികളിലൊക്കെയാണ് കുടുംബജീവിതത്തെ ഇന്ന് കാണുന്നത്. ഞാൻ ഒരിക്കലും ഓർക്കുകയാണ്, 7 കുഞ്ഞുങ്ങളുണ്ട്, 8 തോന്നുന്നു, 8 കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും കൂടെ നിൽക്കുകയാണ്. മൂത്ത കുഞ്ഞ് 7ാം ക്ലാസ്സിലാണ്. ആ കുഞ്ഞുങ്ങൾ ഓരോന്നും അമ്മയ്ക്ക് ചുറ്റും ഇങ്ങനെ നിലവിളിക്കുന്ന ഒരു സാഹചര്യം. അവർക്ക് ഒരെണ്ണത്തിന് ഉടുപ്പ് വേണം, ഒന്നിന് ഭക്ഷണം വേണം, ഒന്നിന് ഉറങ്ങണം. അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ ആ നിലവിളിയുടെ ഉത്തരമാണ് സത്യത്തിൽ ഈ കുടുംബജീവിതം എന്ന് ഞാൻ കരുതി. എനിക്ക് ചിലപ്പോൾ തെറ്റുപറ്റിയതാവാം. ആ നിലവിളി തന്നെയാണ് ഈ ജീവിതം. ആരും വിഷമിക്കേണ്ട. ആരുമില്ലാത്തവർക്ക് വേണ്ടി മദർ തെരേസ ജീവിതം സമർപ്പിച്ചതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ നിലവിളിയുടെ ഉത്തരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു വെച്ചില്ലേ? എന്താ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു വെച്ചു, നിങ്ങൾ ഭൂമിയെ കീഴടക്കണം.
1-ാം അധ്യായം 28 നമ്മൾ കാണുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കണ്ടോ, കർത്താവിൻ്റെ ആ ഒരു ഉദ്ദേശം, ഒരു 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 പുരുഷനെയും ഒരു സ്ത്രീയെയും കർത്താവ് ഒന്നിപ്പിച്ച് കുടുംബജീവിതമാകുന്ന വിളിയിലേക്ക് അവരെ വിടുമ്പോൾ കർത്താവിന് ഭയങ്കരമായ പദ്ധതിയാണ്, ഭയങ്കരമായ പ്ലാനുകളാണ്. അവലൂടെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുക്കപ്പെടത്തക്ക രീതിയിലുള്ള ഒരു സമർപ്പണമാണ് ദൈവം അവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ ഒരു അവബോധം ഉള്ളതുകൊണ്ട്, 1:28 പറഞ്ഞിരിക്കുന്ന ഒരു അവബോധം ഉള്ളതുകൊണ്ടാണ് എന്താണ് ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം ഇതാണ്, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരണമേ എന്ന്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജീവിതം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് ഓരോ ദമ്പതികളെയും ഒന്നിച്ചു ചേർത്ത് വയ്ക്കുന്നത് എന്നും വെച്ചുകൊണ്ട് ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്തില്ലെങ്കിൽ ഇത് വിളിയല്ലെന്നൊന്നും ഇതിനകത്ത് അർത്ഥമില്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിച്ചേക്കരുത്. അതും ദൈവത്തിൻ്റെ ഒരു ഇടപെടലുകൾ തന്നെയാണ്, അത് ദൈവത്തിൻ്റെ മനോഹരമായൊരു പദ്ധതി തന്നെയാണ്. അപ്പോൾ ഓർക്കുക, കുടുംബജീവിതമാകുന്ന ദൈവവിളി നമ്മളുടെ മക്കളുടെ നിലവിളിയുടെ ഒരു ഉത്തരമാണ്. ഇത് മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ 21-ാം അധ്യായത്തിൽ നിലവിളിക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് സുപരിചിതമാണ്. ഹാഗാറിൻ്റെ കുഞ്ഞാണ് നിലവിളിക്കുന്നത്. ഇസ്മായേൽ കുഞ്ഞായിരുന്നപ്പോൾ നിലവിളിച്ചതാണ്. ദൈവം ആ നിലവിളി കേട്ടു, കുഞ്ഞിൻ്റെ നിലവിളി കേട്ടു. കണ്ടോ, കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ടത്. എന്നിട്ട് എന്ത് ചെയ്ത് കർത്താവ് പറയുകയാണ്, ഹാഗാർ വിളിച്ചിട്ട് പറയുകയാണ്, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു, ദൈവം കേട്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ മഹോന്നതമായ ഈ വിളി, ഒരു സമർപ്പിത വ്യക്തി, ഞാനെന്ന് പറയുന്ന വ്യക്തി, എൻ്റെ ഈ സമർപ്പണ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കുന്നില്ല എങ്കിൽ ദൈവം വേദനിക്കും. ശരിയാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ഞാൻ വിശ്വസ്തമായി ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ദൈവം എനിക്ക് ഈ വിളി തന്നതിൽ വേദനിക്കും. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അതിനെക്കുറിച്ച് എനിക്ക് എപ്പോഴും ഒരു ബോധമുണ്ടാകണം. അതുപോലെ തന്നെ വിലയുള്ള ഒന്നാണ് കുടുംബജീവിതമാകുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളിയുടെ, കുഞ്ഞുങ്ങളുടെ കരച്ചിലിൻ്റെ ഉത്തരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. പറഞ്ഞു, എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക, അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. എന്നിട്ട് കുട്ടി എന്തിനാ കരഞ്ഞത്? വെള്ളത്തിന് വേണ്ടിയിട്ടാണ് കരഞ്ഞത്. ആ വെള്ളം തന്നെ ദൈവം കാണിച്ചു കൊടുത്ത് ആ നിലവിളിയുടെ ഉത്തരം അവിടെ കൊടുക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഓർക്കണം, നമ്മൾ 1-2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിതം അവസാനിപ്പിക്കരുത്. പാടില്ലാതെ അനേക കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളിലൂടെ ഇങ്ങോട്ട് വരാനുണ്ട്. ചിലരൊക്കെ എന്നെ ഇപ്പോൾ ഗൈവരൂപത്തിൽ TV കിടന്ന് നോക്കുന്നുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റും. പക്ഷേ എന്നാലും അങ്ങ് പറയുകയാണ്, കർത്താവ് പറഞ്ഞത് അനേക കുഞ്ഞുങ്ങൾ നമ്മളിലൂടെ ഉണ്ടാകുന്നത് ദൈവം കാണാൻ കൊതിച്ചിട്ടുണ്ടാവണം. ആ വിളിയുടെ ഒരു ഉത്തരവല്ലേ കുടുംബജീവിതം, ഈ ദാമ്പത്യ ജീവിതം. അല്ലെങ്കിൽ നമുക്കുള്ള സുഖസൗകര്യങ്ങളുടെ നടുവിൽ മാന്യമായി അങ്ങ് ജീവിച്ചാൽ മതിയോ? മാന്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണോ ഏറ്റവും മാന്യമായ ജീവിതം? നമ്മളിലൂടെ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളിയുടെ ഉത്തരത്തിന് പ്രത്യുത്തരം കൊടുക്കുക എന്നതാണ്. ഹന്ന ഇവിടെ പ്രാർത്ഥിച്ചില്ലേ, നമ്മൾ കാണുന്നുണ്ടല്ലോ. 1 സാമുവേൽ പുസ്തകത്തിൽ 1 സാമുവേൽ 1:7 എല്ലാ വചനശ്രവണത്തിലും നമ്മൾ കേൾക്കുന്നതാണ് ഈ ഹന്നയുടെ കരച്ചിൽ. എന്നാൽ നമുക്കിപ്പോൾ ഒന്നും കൂടി ഒന്ന് കേട്ട് കളയാം. എന്തിനാ ഹന്ന കരയുന്നത്? അവള് ദേവാലയത്തിൽ പോയി നിന്നുകൊണ്ട് കൂടെയുള്ള മറ്റേ ഭാര്യ കളിയാക്കുന്നത് കൊണ്ടാണ് ഈ കരയുന്നത്. ഭയങ്കര സങ്കടമാണ്. അവൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവൾക്ക് ഉത്തരം കൊടുക്കുകയാണ്. 1 സാമുവേൽ 1:7 നമ്മളിവിടെ കാണുന്നത്. കർത്താവ് അവളുടെ നിലവിളി കേട്ടു, അവൾക്ക് ഉത്തരം കൊടുത്തു. അവൾ ഉത്തരം കൊടുത്ത് എങ്ങനെയാണ് ഉത്തരം കൊടുത്തത്? അവൾക്ക് സാമുവേൽ ഉണ്ടാവുകയാണ്. ഏലിക്കൊന്നും മനസ്സിലായില്ല എന്താണ് ഈ പിറുപിറുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എങ്കിലും അവളുടെ ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള നിലവിളി അവൾക്ക് മനസ്സിലായി. എൻ്റെ ഈ ദാമ്പത്യ ജീവിതം, ഹേൽക്കാനയ്ക്ക് ഭർത്താവിന് വേറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ സമാധാനത്തിൽ അങ്ങ് ജീവിക്കാം. പക്ഷേ അവൾ കരയുകയാണ് ഈ അമ്മയ്ക്ക്, ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് അമ്മയുടെ കരച്ചിൽ കേട്ട്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഓരോ ദൈവവിളിയും കുടുംബജീവിതമാകുന്ന ദൈവവിളി കുഞ്ഞുങ്ങളുടെ കരച്ചിലിൻ്റെ ഉത്തരമാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ജീവിതം കുഞ്ഞുങ്ങളുടെ കരച്ചിലിൻ്റെ ഉത്തരം പോലെ തന്നെ എന്താണ്
കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെയും ഒരു 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 എന്താണ് കരച്ചിലിൻ്റെ ഒരു ഉത്തരമായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളും ഓർക്കണം, എന്നെ ദൈവം ഈ കുടുംബത്തിൽ ഈ അപ്പനിൽ നിന്നും ഈ അമ്മയിൽ നിന്നും ജനിപ്പിച്ചത് ഇവരുടെ കരച്ചിലിൻ്റെ, ഇവരുടെ കുറവിൻ്റെ, ഇവരുടെ ബലഹീനതകളുടെ ഒരു ഉത്തരമായിട്ടും കൊണ്ടും കൂടിയാണ് എന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കുടുംബജീവിതം മനോഹരമാകുന്നത്. ഞാൻ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. മാതാപിതാക്കളുടെ ജീവിതം കുഞ്ഞുങ്ങളുടെ നിലവിളിയുടെ ഉത്തരമാണ്. കുഞ്ഞുങ്ങളുടെ ജീവിതം മാതാപിതാക്കളുടെ നിലവിളിയുടെയും ആവശ്യങ്ങളുടെയും ഒരു ജീവിതമാണ്. അവിടെയാണ് കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്. ഞാൻ പഠിച്ചു മിടുക്കനായി ജോലിയും കിട്ടി, കാറും വാങ്ങിച്ചൊരു 4 നില കെട്ടിടവും വാങ്ങിച്ച് ഞാൻ സ്ഥലം വിട്ടു. നോ, അതല്ല നമ്മുടെ വിളി. അല്ലെങ്കിൽ അമ്മയും അപ്പനും എന്ത് വിചാരിക്കും? എനിക്കൊരു കൊച്ചുണ്ടായിട്ടുണ്ട്, അതിനെ ഞാൻ വാനോളം പഠിപ്പിച്ചിട്ട് ഞാൻ അങ്ങേറ്റത്ത് എത്തിക്കും. അതല്ല, എന്താണ് ദൈവം എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ഒരു സമർപ്പിത വ്യക്തി ജീവിതം മുഴുവൻ അങ്ങോട്ട് സമർപ്പിക്കുമ്പം ഞാൻ മൊത്തം അങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങ് പോകാനായിട്ട് പറ്റില്ല. നമുക്ക് ചില കടമകളും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. അതിന് പരിധി വിട്ട് നമ്മൾ പോകരുത്. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പരിധി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ല. അപ്പോൾ നമ്മൾ ഓർക്കുക, അനേകരുടെ നിലവിളികൾക്ക് ഉത്തരമാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ അനേകരെ വീണ്ടും ലീഡ് ചെയ്യാനുള്ളവരായതിനാൽ അനേകരുടെ നിലവിളിയുടെ ഉത്തരം എന്താണ്? റിലീജിയസ് ലൈഫ്, പൗരോഹിത്യ സമർപ്പണ ജീവിതം പോലെ തന്നെ കുടുംബജീവിതത്തിലെ വിളിയും ഇത്ര മനോഹരവും ശ്രേഷ്ഠവുമാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. എൻ്റെ മനസ്സിലെപ്പോഴും വളരെ ഓർമ്മ പിടിച്ച് പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു അനുഭവമുണ്ട്. 2 കുഞ്ഞുങ്ങൾ, 18 വയസ്സുണ്ട് 2 കുഞ്ഞുങ്ങൾക്കും. അവർ 2 പേരും നടക്കില്ല, കട്ടിലേ കിടക്കുകയാണ്, തളർന്നു പോയതാണ്. ഇച്ചിരിയൊക്കെ നീളമുണ്ട് 2 പേർക്ക്, എല്ലാ അവയവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഒട്ടും വളർച്ചയില്ലാത്ത തളർന്നു കിടക്കുന്ന 2 മാംസകഷ്ണങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഞാൻ ഓർക്കുകയാണ്, ശരിക്കും നമുക്കൊരു ഇന്നത്തെ ഒരു ശാസ്ത്ര ലോകത്തിൽ, ഒരു ആധുനിക ലോകത്തിൽ ഇതിന് നമുക്കൊരു വിലയില്ലാത്തതായി നമുക്ക് തോന്നാം. എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കി ജീവിക്കുന്നത് എന്ന്. പക്ഷേ എന്നാലും നമ്മൾ എന്താണ് ജീവൻ്റെ തുടിപ്പുകൾ അവിടെ ഉള്ളതിനാൽ ദൈവിക സാന്നിധ്യമാണെന്ന് നമുക്കറിയാം. ഒരു വ്യക്തിയുടെ പൂർണ്ണത ശാരീരിക പൂർണ്ണതയിലോ ബൗദ്ധിക പൂർണ്ണതയിലോ അല്ല, ആ വ്യക്തിയിൽ കുടികൊള്ളുന്ന ജീവൻ്റെ, ദൈവിക ജീവൻ്റെ തോതനുസരിച്ചാണ് ആ വ്യക്തി പൂർണ്ണനാകുകയോ അല്ലാതിരിക്കുകയോ ചെയ്യുന്നത്. നമ്മൾ പൂർണ്ണത എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും പൂർണ്ണതയാണ്. പക്ഷേ ഈ അംഗവയിൽ ഉള്ള കുട്ടികളും ദൈവത്തിന് മുന്നിൽ പൂർണ്ണത തന്നെയാണ്, അതിനൊരു സംശയമില്ല. അപ്പോൾ ഈ മാതാപിതാക്കൾ യങ് കപ്പിൾസാണ്, അധികം പ്രായമൊന്നുമില്ല, അവർക്ക് കൂടി വന്നേരം 40-45 ഒക്കെ വയസ്സേ കാണത്തുള്ളൂ. ആദ്യമുണ്ടായ 2 കുഞ്ഞുങ്ങളാണ്. 2 കുഞ്ഞുങ്ങൾ, അത് ട്വിൻസാണ് ഉണ്ടായിരിക്കുന്നത്. അവർ 2 പേരും കട്ടിലിൽ കിടക്കുകയാണ്. എന്നിട്ട് ഞാൻ ഓർക്കുന്നു, അമ്മ അവിടെ ഇരിക്കുമ്പം അപ്പൻ എന്താണ് ഭർത്താവ് പോവും, അല്ലെങ്കിൽ അപ്പൻ പോവും. അപ്പൻ പുറത്ത് അകത്തിരിക്കുമ്പോൾ അമ്മ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകും. 2 പേരും അങ്ങനെ ചുറ്റിപ്പറ്റി, നമ്മൾ ഈ തള്ളപ്പക്ഷിയും കുഞ്ഞിപ്പക്ഷിയും പറന്നു പോയിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നത് നമ്മൾ ഈ കിളിക്കൂട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് അവരുടെ ജീവിതം. ഞാൻ അന്നേരം ഓർക്കുകയാണ്, ദൈവമേ എന്നാ ഭയങ്കര കർത്താവിൻ്റെ കരങ്ങളിലിരുന്ന ഈ 2 കിളിക്കുഞ്ഞുങ്ങളെ ദൈവം ഇവർക്ക് കൊടുത്തിട്ട് ഇവരോട് പറയുകയാണ്, നിന്റെ ദാമ്പത്യ ജീവിതമാകുന്ന വിളി ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിലാണ് ഇരിക്കുന്നത്. ദൈവം എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം എഴുതി ഒപ്പിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ മാനുഷികതയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് യാതൊരു ഉത്തരവും ഇല്ല. അപ്പോൾ നമ്മൾ നോക്കാം, നമ്മുടെ ജീവിതത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ വ്യക്തികളുടെയും നിലവിളികൾക്ക് ഉത്തരമാണ് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എന്നുകൂടി നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവിടെ നമ്മൾ കാണുന്നു, സൂസന്നയെ ദാനിയേൽ രക്ഷിച്ചു. സൂസന്നയെ ദാനിയേൽ രക്ഷിച്ചു. ആ ദാനിയേൽ എന്ന ബാലനിൽ ദൈവമുണർത്തിയ ആത്മാവ് അവളുടെ ആ നിലവിളിയുടെ ഉത്തരം അവിടെ തന്നെ പ്രകടമായ രീതിയിൽ കൊടുക്കുകയാണ്. ഇവിടെ എന്താണ്, മോശ ഇസ്രായേൽ ജനത്തിൻ്റെ നെടുവീർപ്പുകളിൽ നിന്നും വിലാപങ്ങളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും അവരെ രക്ഷിച്ചു. ഈ ജനതതി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പിൽക്കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു നമുക്കറിയാം. ദൈവം ഏൽപ്പിച്ചു ആ രാജാക്കന്മാർ, പ്രവാചകന്മാർ, അല്ലെങ്കിൽ അവരെ നയിക്കാനായി ദൈവം കാലാകാലങ്ങളിൽ തിരഞ്ഞെടുത്തവർ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്തതുകൊണ്ട് ആ ജനതഗതി എവിടെ എത്തിയെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളെ നമ്മൾ വേണ്ടവണ്ണം
ശുശ്രൂഷിച്ച് പരിപാലിച്ച് അവരുടെ നിലവിളിയുടെ ഉത്തരമാണ് എൻ്റെ ജീവിതമെന്ന് കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിന് പ്രദാനം ചെയ്യാൻ ദൈവമഹത്വമാണ് സംഭവിക്കുന്നത്. ഞാനൊരു കുഞ്ഞു കുടുംബത്തിൻ്റെ കഥ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ആ കുടുംബത്തിൽ മാതാപിതാക്കളെ ജോലിക്കാരായിരുന്നു. അവർ രണ്ടുപേരും ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർമെൻറ്റിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ആ കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. സ്വന്തം സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും ഗ്രാൻഡ് പേരൻസിൻ്റെയും ഒക്കേതായ ഒരുപാട് കാര്യങ്ങൾ. ആ റിട്ടയർമെൻറ്റിലേക്ക് കടന്നു വന്ന് ആ ടീച്ചർ സ്കൂൾ ജീവിതത്തിന് ശേഷം ഒരു നിമിഷം പോലും വിശ്രമിച്ചത് ആരും കണ്ടിട്ടില്ല. ഒരു പരാതിയുടെ ഒരു അംശം പോലും ആ സ്ത്രീയുടെ വായിൽ നിന്നും ആരും കേട്ടിട്ടില്ല. ഇത് ദൈവനിയോഗമാണ്, എൻ്റെ ദൈവം അനുവദിച്ചതാണ്. നമ്മുടെ കുടുംബത്തിൽ ദൈവത്താൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ നിലവിളിയുടെ ഉത്തരമാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം എത്ര പാവനം, എത്ര ശ്രേഷ്ഠം. നമുക്കൊന്ന് ഓർത്തു നോക്കാം. എവിടെയാണ് എൻ്റെ ദൈവം എന്നെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്? എവിടെയാണ് എൻ്റെ ദൈവം എന്നെ അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഏത് വിളിയിലേക്കാണ് എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്? ആ വിളിയുടെ ആ കരച്ചിലുകൾ ഞാൻ കേൾക്കുന്നുണ്ടോ? അതിന് ഉത്തരം നൽകുവാനായി ഞാൻ ദൈവതിരുസന്നിധിയിൽ ഇരിക്കുന്നുണ്ടോ? അതോ ഞാൻ എൻ്റെ വിളിയെ മറന്ന് ഞാൻ എൻ്റേതായ രീതികളിൽ കൂടെ കടന്നു പോകുകയാണോ? എന്നാൽ ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഈ എന്താണ് സമർപ്പിതരെന്ന് പറയുമ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ചാടിക്കേറി പറയും അവർ സന്യസ്തരും വൈദികരും ഒക്കെയാണ് ഈ സമർപ്പിതരെന്ന് പറയുന്നത്. അപ്പോൾ ഈ വിവാഹം കഴിച്ചവർ ഏത് ജാതിയിൽ പെടുമെന്ന് ചോദിക്കുമ്പോൾ അവരാരും ഒന്നും മിണ്ടിയേല. നമ്മൾ അതിനെ കഴിഞ്ഞ് സമർപ്പിതരാ. എല്ലാത്തിനുള്ള ലൈസൻസ് വാങ്ങിയല്ല കുടുംബജീവിതത്തിലൂടെ ഒരു വ്യക്തിയുടെ കൂടെ തന്നെ ജീവിച്ചേക്കാമെന്നുള്ള സമർപ്പണം അവിടെ നടക്കുന്നത്. എല്ലാവരുടെയും കൂടെ നിൽക്കാനുള്ള സമർപ്പണമൊന്നുമല്ല അവിടെ നടത്തുന്നത്. അതിലും വലിയ സമർപ്പിതരെക്കാളും വലിയ സമർപ്പിതരാ കുടുംബജീവിതക്കാർ. നമുക്ക് വേറെ ആരുടെയും കൂടെ പോകാൻ ഇനി പറ്റത്തില്ല, എല്ലാവരെയും ഉപേക്ഷിച്ചു. അതൊരു വലിയൊരു സമർപ്പണം തന്നെയാണ്. ആ വിളിയുടെ ആഴങ്ങൾ എൻ്റെ ദൈവത്താൽ അനുവദിക്കപ്പെട്ടത്. ദൈവമേ നിനക്ക് നന്ദി. ഇരുകരങ്ങളോടെ നോക്കി ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ ചെയ്ത് ദൈവത്തിൻ്റെ വിശ്വസ്ത വേലക്കാരായി, കൂട്ടുവേലക്കാരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ജീവിതം കടന്നു പോകുമെന്നും ഇന്നലകളിലെ വേദനകളൊന്നും നമുക്ക് ഒരു ജീവിത യാത്രയ്ക്കൊരു തടസ്സമായി നിന്നില്ല. എൻ്റെ ദൈവം എൻ്റെ യാത്രയെ മുടക്കിയിട്ടില്ല. എന്നാലും ഞാൻ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് നന്മ മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. എൻ്റെ വിളി ദൈവത്തിൻ്റെ വലിയ മഹോന്നതമായ ഒരു ദാനമാണ്. സന്യാസ വൈദിക കുടുംബജീവിതത്തിൻ്റെ എല്ലാ വിളികളും ദൈവത്തിൻ്റെ ദാനമാണ്, നിലവിളിയുടെ സ്വരമാണ്. എൻ്റെ ജീവിതം അനേകർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പന്താടാനായിട്ട് പാടില്ല. ദൈവം അനുവദിക്കത്തക്ക രീതിയിൽ എത്ര കുഞ്ഞുങ്ങളുടെ നിലവിളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമാണ് എൻ്റേതെന്ന് ദൈവം നിശ്ചയിച്ചതുപോലെ നടക്കാൻ നമുക്ക് സമർപ്പിക്കണം. എങ്കിലേ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഫലമുണ്ടാവുകയുള്ളൂ. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചിന്തിച്ചു കൂട്ടി ഈ കാര്യങ്ങളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, നീ ഞങ്ങളിലൂടെ ഈ ഭൂമിയിൽ നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിറവേറ്റപ്പെടാനായി ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്ന ഈശോയെ, ഞങ്ങൾക്ക് നന്നായി പ്രാർത്ഥിക്കാനോ സമർപ്പിക്കാനോ ഒന്നും അറിഞ്ഞുകൂടാ. ആഗ്രഹിക്കാൻ പോലും ഞങ്ങൾക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല. കർത്താവേ, കരുണയായിരിക്കണമേ. നീ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഏറ്റെടുക്കണമേ. നീ ഞങ്ങളുടെ ജീവിതത്തെ ഒന്നും കൂടെ ഫലഭൂയിഷ്ടമാക്കണമേ. അനേകരുടെ നിലവിളികൾ കേൾക്കാതെ പോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.